ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കുട്ടു. മിഥുനൻ രാശിക്കാർക്കും അതുപോലെ തന്നെ തുലാ രാശിക്കാർക്കും 2024 ഗുണമേന്മയുള്ള ഒരു മാസം തന്നെയാണ്. അതിഗുണമേന്മയുള്ള മാസത്തെ ഒരു 3 മാസത്തെ ഞാൻ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും അതിന് അത്രയും ഗുണമില്ലെങ്കിലും അതിനെക്കാട്ടും അതിന് കിടപിടിക്കത്തക്ക വണ്ണത്തിലുള്ള ഒരു 2 രാശികളാണ് മിഥുനൻ രാശിയും തുലാരാശിയും. മിഥുനൻ രാശിക്ക് 9ാം ഭാവത്തിൽ ഇനിയും 1 വർഷവും 4 മാസവും നിൽക്കുന്ന ശനി നിൽക്കുന്നുണ്ട്. ഭാഗ്യസ്ഥാനി എന്ന് പറയും. ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ത്രികോണസ്ഥാനത്ത് നിൽക്കുന്ന ശനി എന്ന് പറയും. അതേ സമയത്തിൽ 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ മെയ് മാസം വരെയും ഉണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. തുലാരാശിക്കാർക്കാണെങ്കിൽ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ത്രികോണസ്ഥാനത്ത് നിൽക്കുന്ന ശനി, 7ാം ഭാവത്തിൽ മെയ് മാസം വരെയും നിൽക്കുന്ന വ്യാഴൻ. അപ്പോൾ ഈ ശനി വന്നിട്ട് അനുകൂലപരമായിട്ട് 1 വർഷം ഫുള്ളായിട്ടുണ്ട്, 2024 ഫുള്ളായിട്ടുണ്ട് എന്ന് തന്നെ വയ്ക്കുന്നത്. ഇടയ്ക്ക് മാറാൻ പോകുന്നത് വ്യാഴം മാത്രം മാറുള്ളൂ. അപ്പോൾ മിഥുനൻ രാശിക്കാർക്ക് ഏകദേശം ഏപ്രിൽ മെയ് മാസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം വരുമാന മാർഗങ്ങൾ, സമ്പാദിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, കൂടുതലും നമ്മൾ പ്രായോഗികപരമായി ചിന്തിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, വിവാഹങ്ങൾ, അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന് തുടക്കമിടുക, ഭവനം വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുക, വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങുക, പുതിയ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ, കൂട്ടുകെട്ട് ബിസിനസ്സായിട്ടുള്ള തുടങ്ങുക, അതുപോലെ തന്നെ വിദേശവാസം, വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരാൻ ആലോചനയിലുണ്ടെങ്കിൽ അതെല്ലാം അതിന് മുൻകൂട്ടായി ചെയ്തു വയ്ക്കുക. ഇതൊക്കെയാണ് ഇവർക്ക് മുൻകൂട്ടി ചെയ്തു വയ്ക്കാനുള്ള ഒരു പ്രവണതയും കാര്യങ്ങളും എന്ന് പറയുന്നത് മിഥുനൻ രാശിക്കാർക്ക്. ഈ മിഥുനൻ രാശിക്കാർക്ക് നിലവിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളെല്ലാം ഈ 1 വർഷത്തിൻ്റെ ഉള്ളിൽ സാധിച്ചെടുക്കാൻ പറ്റും. അതിന് ശനി സഹായിക്കും എന്നാണ് പറയുന്നത്. വ്യാഴം 12ാം ഭാവത്തിൽ വരുന്നതോടു കൂടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏറുകയാണെങ്കിലും 9ാം ഭാവത്തിലെ ശനിയുടെ അഭാവവും രാശിയിൽ മേടൻ രാശിയിൽ മാറുന്ന വ്യാഴൻ ഏകദേശം കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലം അത്രയ്ക്ക് മിഥുനൻ രാശികളെ അത്രയ്ക്കങ്ങോട്ട് ബാധിക്കില്ല എന്നുള്ളത് പറയാം. കാർത്തികൻ്റെ 3/4 ഭാഗം സഞ്ചരിക്കും. ആ 3/4 ഭാഗം തന്നെ ഏകദേശം 3 മാസം പോയി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ അഭാവം അത്രയ്ക്കങ്ങോട്ട് ഉണ്ടാവില്ല. ആ കാലഘട്ടങ്ങളിൽ സൂത്രപരമായിട്ടും ബുദ്ധിപരമായിട്ടും നീക്കങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഭവന നിർമ്മാണം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ എന്തെന്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു തീർക്കാനുള്ളത് അതെല്ലാം ഒന്ന് ചെയ്തു കൂട്ടാൻ പറ്റിയതാണ്. അപ്പോൾ ഈ മെയ് മാസം പറയും, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം വരയ്ക്കും നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട് എന്നാണ് പറയുന്നത്. 2024 ഏകദേശം 3/4 ഭാഗം വരയ്ക്കും അതിനുള്ള സമയമുണ്ട്. അത് നിങ്ങൾ കണക്ക് കൂട്ടി ചിന്തിച്ച് കഴിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നടത്തി വേഗം വെക്കാൻ പറ്റും. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും കലാകായിക മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കും ഇതേ അനുഭവം തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അനുഭവസ്ഥ തന്നെ പറഞ്ഞാൽ സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ ഇവർ പ്രപ്രംഭമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ബിസിനസ് സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള വർക്കുകളും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾക്കും യാതൊരുവിധ പേടിയും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതേസമയം തുലാരാശിക്കാർക്കാണെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടും സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ കൊണ്ടും കാര്യനിവൃത്തികൾ കൊണ്ടും സന്താന യോഗങ്ങളെ കൊണ്ടും ഐശ്വര്യ അഭിവൃദ്ധികൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇതുപോലെ തന്നെ ഇവർക്കിനി തുലാരാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ഇനി വരാൻ പോകുന്നത്. 8ാം ഭാവത്തിലാണ് വ്യാഴം വരാൻ പോകുന്നത്. അപ്പോൾ 8ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ കഠിന ദോഷമാണ് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ആ ഭാവം കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം, കാർത്തികയുടെ 3/4 ഭാവം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടവൻ രാശി സഞ്ചരിക്കുന്ന സമയം അത്രയ്ക്കൊരു അഭാവം കിട്ടില്ല. കാർത്തിക പോയിട്ട് രോഹിണി നക്ഷത്രത്തിൽ എത്തുമ്പോഴായിരിക്കും തുലാരാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ അഷ്ടമശനിയുടെ ബലം കൂടി വരുന്നത് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സന്താനങ്ങൾക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ച് തീരുമാനമെടുത്ത് അതിൽ നിന്നും ഉയർന്നു വരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്ന് തന്നെ പറയുന്നു. 2024 നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതെല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും തൃപ്തികരമായിട്ട് നിങ്ങൾക്ക് ഈ 2024 അതിജീവിക്കാം എന്നാണ് പറയുന്നത്. 2024 തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ വരുവാനുള്ള സാധ്യതയെല്ലാം ഈ തുലാരാശിക്കാർക്കും മിഥുനൻ രാശിക്കാർക്കും വളരെ യാഥാർത്ഥികമായിട്ട് രക്ഷപ്പെടുവാനുള്ള അവസ്ഥകളെല്ലാം ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഭൂമി ഇപ്പോൾ 1-ാം തീയതി തന്നെ ഭൂചലനം ജപ്പാനിൽ നടന്നു.
അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഉണ്ടാവും. ഇന്ത്യയിൽ മാത്രം എല്ലാ ഭാഗങ്ങളും ഉണ്ടാവും. മഹാപ്രളയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മഹാപ്രളയങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന വിഷുപ്പലം ഇതിനെക്കാട്ടി കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അത് കാരണം തന്നെ നാടിനും നാട്ടുകാർക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വർഷം തന്നെയാണ് 2024. വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുകാർ അനുഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് മാത്രമല്ല, പ്രവർത്തകരെയും നാട്ടുകാരെയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ തീരുമാനം എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. തുലാരാശി ഇപ്പോൾ 2024 പിറക്കുന്ന സമയത്ത് കന്നിരാശി ലഗ്നമായി കിട്ടിയിരിക്കുന്നതിൽ 8ാം ഭാവത്തിൽ വ്യാഴം മറഞ്ഞു വരുന്ന കാലത്ത് തന്നെ 2024 ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും തന്നെ പറയാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന വിഷുപ്പലത്തിലും ഇതേ പ്രശ്നം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. വിഷുപ്പലത്തിലും വ്യാഴം മറഞ്ഞുകൊണ്ടിരുന്ന് തന്നെ ഇരിക്കാൻ സാധ്യതയാണ്. അത് കാരണം തന്നെ ഇപ്പോൾ 2024 പൊതുവെ പറയുകയാണെങ്കിൽ ഒരു ദുർഘടപരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. രാജ്യം ഭരിക്കുന്നവർക്കാണെങ്കിലും കേന്ദ്ര ഭരണമാണെങ്കിലും സ്റ്റേറ്റ് ഭരണമാണെങ്കിലും വളരെ ബുദ്ധിമുട്ടും സഹിക്കേണ്ട ഒരു വർഷം തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ജനങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിരുന്ന 2 രാശികൾക്ക് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പക്വതയോടുകൂടി 2024 നേരിടാൻ പറ്റുന്നല്ല, അത് കഴിഞ്ഞു പോകാൻ പറ്റും തന്നെ പറയാം. വിവരത്തോടും ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. പരിഹാരങ്ങൾ അതാത് നക്ഷത്രക്കാർക്കുള്ള പരിഹാരങ്ങളും അതാത് ചെയ്യുന്നതും. അഷ്ടമത്തിൽ വ്യാഴം വരുന്ന സമയത്ത് വ്യാഴപ്രീതി മാത്രം വരുത്തിയാൽ മതി. അതുപോലെ തന്നെ മിഥുന രാശിക്കാർക്ക് 12ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ വ്യാഴപ്രീതി നടത്തിയാൽ മതി. ശനിദോഷത്തെ അവിടെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നേടേണ്ടതെല്ലാം നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. നമസ്കാരം.